കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ, അതിമനോഹരമായ ഒരു പ്രദേശത്തിൻ്റെ, കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള കാരക്കാട് വാഗ്ബടാനന്ദ പാർക്കിൻ്റെ ചിത്രങ്ങളാണ് ഇങ്ങനെ പ്രചരിക്കുന്നത്. ഒരു പഴയ റോഡിൻ്റെ മേക്ക് ഓവറാണ് ഈ വാഗ്ബടാനന്ദ പാർക്ക്. തുറന്നു കൊടുത്തിട്ട് 6 ദിവസമേ ആയുള്ളൂ. ഇതിനകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വാഗ്ബടാനന്ദ പാർക്ക്. യൂറോപ്യൻ രാജ്യങ്ങളിലേതല്ല, നമ്മുടെ നാട്ടിലെ ഒരു തെരുവാണ് എന്ന പേരിലാണ് ചിത്രങ്ങളും വീഡിയോകളും പ്രചരിക്കുന്നത്. കണ്ടാൽ ആർക്കും ഇതൊരു യൂറോപ്യൻ രാജ്യത്തുള്ളതാണോ എന്ന് സംശയം സ്വാഭാവികം. ചരിത്രമേറെ പറയാനുള്ള മണ്ണാണ് വടകരയിലെ കാരക്കാട്. വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഈ കാരക്കാട് അഥവാ ഇപ്പോഴത്തെ നാദാപുരം റോഡ്. അതിനാൽ കൂടിയാണ് വിനോദസഞ്ചാര വകുപ്പ് നാദാപുരം റോഡിന് വാഗ്ബടാനന്ദ പാർക്ക് എന്ന് പേര് നൽകിയത്. ഹാപ്പനിംഗ് പ്ലേസ് എന്ന ആശയമാണ് ഇവിടെ നടപ്പാക്കിയത്. ചലനാത്മകമായ തെരുവിനെ ക്രിയാത്മകമായി മനോഹരമായി ഡിസൈൻ ചെയ്തു. വൻകിട സിറ്റികൾക്കൊപ്പം നിൽക്കുന്ന ഒരു തെരുവാക്കി. പഴയ നാദാപുരം റോഡ് കണ്ടവർക്ക് ഇപ്പോഴത്തെ വാഗ്ബടാനന്ദ പാർക്ക് മനസ്സിലായെന്ന് വരില്ല. മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പഴയ നാദാപുരം റോഡിന്റെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് വാഗ്ബടാനന്ദ പാർക്കിനെ പരിചയപ്പെടുത്തിയത്. തെരുവിലെ കടകളെല്ലാം അതേപോലെ നിലനിർത്തി. നടപ്പാതകളിൽ ടൈൽ വിരിച്ച് മനോഹരമാക്കി. വടകര മാഹി ദേശീയപാതയിൽ നിന്ന് നാദാപുരം റോഡ് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള 320 മീറ്റർ റോഡ് പൊളിച്ചു മാറ്റി ഇന്റർലോക്ക് പതിച്ചു. പലയിടങ്ങളിലായി ഇരിപ്പിടങ്ങളും ക്രമീകരിച്ചു. ഇതൊരു ആൽമരമാണ്. അപ്പം ആ ആൽമരത്തിന് ചുറ്റും ഇതേപോലെ ഇരിക്കാവുന്ന രീതിയിൽ തന്നെ മനോഹരമായ തറയൊരുക്കി. ഇതെല്ലാം ചെറിയ നമ്മൾ ഇതിനെ പിന്നെ പോകാനാവില്ല. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ സാധനം പോകാനാവില്ല, ആർക്കും പോകാനാവില്ല. എന്നുവെച്ചാൽ ഇവിടെ തുള്ളി പോകണം. മഴക്കാലത്തല്ല ഇതിൻ്റെ വെള്ളം പോയി ഇങ്ങനെ പോയി അങ്ങനെ പോയി ഇവിടെ കയറി കൊടുക്കണോ. ഇപ്പം വെച്ചാൽ നമുക്ക് വളരെ സന്തോഷമാണ്. എല്ലാം കൊണ്ടും സന്തോഷമായി ഞങ്ങൾക്ക്. നാട്ടിന് വരായില്ല നമ്മളെ എത്ര ഇവിടെ രാത്രി വെച്ചാൽ ഇങ്ങനെ കാണേണ്ടതാണ്. രക്ഷമില്ല എന്നാലും ബൈക്കില്ല. 15 ആൾക്കാർ ഇവിടെ ഉണ്ടാവും രാത്രി. എല്ലാവരും ഒരു 3 മണി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഉണ്ടാവും. തെരുവിലുണ്ടായിരുന്ന മത്സ്യ മാർക്കറ്റിനും ബസ് സ്റ്റോപ്പിനുമെല്ലാം പുതുമോടി. മാറ്റം യഥാർത്ഥത്തിൽ അങ്ങ് ബോംബെയിലും അങ്ങ് ഗൾഫിലും കാണുന്ന രീതിയിലുള്ള ഒരു മാറ്റം ഇവിടെ കാണുന്നു. ഇവിടെ മാത്രം ഗൾഫിൽ എന്ന് പറഞ്ഞാൽ വേറെ ഞാനുണ്ടായിരുന്നു. അവിടെ അല്ലെങ്കിൽ ഇതേ സിസ്റ്റത്തിലാണ് മാർക്കറ്റ്. നല്ല സുഖമില്ല. മുമ്പിൽ നല്ല പൂന്തോട്ടം, നല്ല റോഡ്, ഇഷ്ടംപോലെ വൈകുന്നേരം എല്ലാം ആള്. അപ്പോൾ ആളെ കാണുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ല. അങ്ങനെയുള്ള വലിയ കിണർ വരെ കാണാനിപ്പോൾ നല്ല ചന്തം. ദീപാലങ്കാരങ്ങളും മോടിക്കൂട്ടുന്നു. ഓപ്പൺ സ്റ്റേജും ജിമ്മും പാർക്കുമൊക്കെ ആയതോടെ വടകരയിലെ ആളുകൾ വാഗ്ബടാനന്ദ പാർക്കിലേക്ക് എത്തുകയാണ്. വടകരയിലെ മാത്രമല്ല, അങ്ങ് ദൂരെ ദിക്കിൽ നിന്ന് പോലും. ഈ വാഗ്ബടാനന്ദ പാർക്ക് വന്നതോടുകൂടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ. ഭയങ്കര രസമുള്ള ഒരു പാർക്കാണ്. നമുക്കിവിടെ കാണാം കുറച്ച് കുട്ടികളൊക്കെ ചേർന്ന് അവരൊരു രാവിലെ ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ അവിടെ വന്നിട്ടൊരു ആസ്വദിക്കാനുള്ള മൂഡിൽ എത്തിയിട്ടുണ്ട്. ആദ്യം പിന്നെ കുറച്ച് ഇടുങ്ങിയിട്ടുള്ള റോഡേനു, കുറച്ച് പൊട്ടിയിട്ടുള്ള. ഇപ്പം കുറച്ച് വീതിയെല്ലാം വന്ന് സെറ്റപ്പ് ആയില്ലേ. അതന്നെ വീതി വന്നത് മാത്രമല്ലല്ലോ, കുറെ ഭംഗിയായി. പുതിയൊരു നല്ല ഇന്റർനാഷണൽ ലുക്കുള്ള ഒരു പാർക്ക്. അടിപൊളി. അടിപൊളി. നമ്മുടെ നാടും അടിപൊളി. നമ്മുടെ നാടും അടിപൊളി. ഇത് വന്നതിന് ശേഷം കുറെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. പിന്നെ നല്ല ഭംഗിയൊക്കെ വെച്ച് ഇങ്ങനെ രാവിലെയൊക്കെ എല്ലാവരും നടക്കാനൊക്കെ വരും. ഇപ്പൊ നല്ല സെറ്റായി. ഇത്ര ഒരു ഹൈടെക് ആയിട്ട് മോഡലായി ഫുള്ള് സെറ്റപ്പ് ആയില്ലേ. ഇപ്പോൾ ഞാൻ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ കൂട്ടി വന്നത്. ട്രീറ്റ് കൊടുക്കാൻ ഈ സ്ഥലമാണ് നമ്മൾ കണ്ടുവച്ചത്. എന്താ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ടേക്കല്ലേ വരിക. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരും ഫ്രണ്ട്സിനെ വിളിച്ച് ഒരു ട്രീറ്റ് കൊടുക്കാനാണ് ഇങ്ങോട്ടേക്ക് കൂട്ടി വന്നത്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നല്ല സൈഡിലൊരു പുല്ലെല്ലാം ഉണ്ട്, പിന്നെ ലൈറ്റ്, അത് നല്ല രസമുണ്ട്. ഫോട്ടോ പുറത്ത് ഒരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ അടുത്ത് തന്നെ നല്ലൊരു സ്ഥലം ഉള്ളതുകൊണ്ട് പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ എടുക്കാം. ഇനി വടകരക്കാരൊന്നും വടകര വിട്ടാടെയും പോകില്ല. ഇല്ല, ഇവിടെ തന്നെ നല്ലത്. ഒരുപാട് സ്ഥലത്ത് ദൂരെ നല്ല ഒരുപാട് ആളിവിടെ വരുന്നുണ്ട്. ഭയങ്കര രസമായി. നല്ല രസമായി. പണ്ടത്തിലൊക്കെ എത്രയോ പണ്ടൊക്കെ വരാൻ മടിയായിരുന്നു. ഈ വരാറില്ല, വരാറേയില്ല. ഇല്ല. ഇപ്പൊ ഇടക്കിടക്ക് വരലുണ്ട് വൈകുന്നേരം. വിനോദസഞ്ചാര വകുപ്പ് 2,80,00,000 രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പ്രവൃത്തി നടത്തിയത്.
സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.